മുരളീധർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ 2 കുട്ടികൾ, സാഹിൽ പിന്നെ പ്രഥം, ഒരു വയസ്സായ മുത്തശ്ശനോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ മുത്തശ്ശൻ അവർക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. മുരളീധർ ഗ്രാമത്തിലുള്ള വലിയ കടലിൽ ഒരു ഗ്രാമം മറഞ്ഞു കിടക്കുകയായിരുന്നു. അത് അങ്ങനെ ഒരു വലിയ കടലിൽ നിൽക്കുകയായിരുന്നു. ആ ഗ്രാമത്തിലും നിന്നെപ്പോലെയും എന്നെപ്പോലുള്ള മനുഷ്യന്മാരാണ് ജീവിച്ചത്. പിന്നെ അവിടെയുള്ള വീടുകളൊക്കെ മീനുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്ത്? അവിടെയുള്ള വീടുകളെല്ലാം മീനുകൾ കൊണ്ട് ചെയ്ത വീടുകളാണോ? അതെ, അവിടെയുള്ള വീടുകളൊക്കെ മീനുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അവിടെയും ഇവിടെ ഉള്ളതുപോലെ ഒരു ജമീന്ദാർ മുതലാളിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഉണ്ടാവും. എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാനേ ആകുന്നില്ല ബാബ. വലിയ കടലിനടിയിൽ ഒരു ഗ്രാമമുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കാനാകും? ഞാൻ പറയുന്നത് സത്യമുള്ള കാര്യമാണ്. വിശ്വാസം വേണമെങ്കിൽ നിങ്ങൾ തന്നെ പോയി കണ്ടോളൂ. ഞങ്ങൾക്ക് അവിടെ പോകാനാകുമോ? ഹാ, തീർച്ചയായിട്ടും പോവാൻ പറ്റും. പക്ഷേ അതിന് നിങ്ങൾക്ക് വിശ്വാസവും ധൈര്യവും വേണം. ഞാൻ വലിയവനായി വളർന്നതും തീർച്ചയായും ആ മീൻ ഗ്രാമത്തിലേക്ക് പോകും. നിനക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോ, പക്ഷെ ഞാൻ വരില്ല. അതിന് കാലം വേണം മറുപടി പറയാൻ. കാരണം ഞാൻ പോകുമ്പോൾ നീയും എന്റെ കൂടെ വന്നേ തീരൂ. 18 വർഷങ്ങൾക്ക് ശേഷം സാഹിൽ ഒരു ദിവസം പ്രഥോമിനെ കടലിനടുത്തേക്ക് വരാനായി പറഞ്ഞു. അവിടെ ഒരു തോണിയും തയ്യാറായിരുന്നു. പ്രഥോമും സാഹിൽ വിളിച്ച ഉടനെ അവിടേക്ക് വന്നു. എന്തു പറ്റി സാഹിൽ? നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിനക്ക് ആ കഥ ഓർമ്മയുണ്ടോ? ഏത് കഥ? എടാ വയസ്സായ മുത്തശ്ശൻ നമുക്ക് എപ്പോൾ നോക്കിയാലും ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? നമ്മൾ ചെറുപ്പത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞില്ലേ? ഈ വലിയ കടലിൽ നടുവിൽ ഒരു ഗ്രാമം ഉണ്ടെന്ന്. അവിടെ നമ്മളെപ്പോലെ മനുഷ്യന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അവരുടെ വീടുകളൊക്കെ മീനുകൊണ്ടുണ്ടാക്കിയത് പോലെ ഉണ്ടാവും. ആ ഓർമ്മ വന്നു. ഒരു മിനിറ്റ്. പക്ഷെ പെട്ടെന്ന് എന്തിനാ നീ ഈ കഥ ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നത്? പിന്നെ എന്തിനാ ഈ പടകൊക്കെ നീ എടുത്തിട്ട് സാഹിൽ, നീ എന്ത് ചെയ്യണമെന്നാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രഥം, ഞാൻ വലിയനായതിനു ശേഷം ആ ഗ്രാമത്തിലേക്ക് പോകും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പിന്നെ നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. ഇല്ലപ്പാ, എന്നെ കൊണ്ടൊന്നും വരാൻ പറ്റില്ല. അത് കള്ളം കഥയാണടാ. നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ മേലെ സത്യമാണ്. എടാ വേണ്ടടാ, ഫ്രണ്ട്ഷിപ്പിന്റെ മേലെ സത്യം ചെയ്യല്ലേ. വാ, വന്ന് പടകിലിരിക്കേ. പ്രഥോമും സാഹിലിനോടൊപ്പം ആ വെള്ളത്തിൽ കയറിയിരുന്നു. എന്നിട്ട് 2 പേരും കടലിൽ കൂടി ആ മീൻ ഗ്രാമത്തിനെ തേടി ചെന്നു. അവരാ കടലിന്റെ മധ്യഭാഗത്ത് എത്തി. ഒരുപാട് ദൂരം വരെ കരയൊന്നും അവരുടെ കണ്ണിന് കണ്ടില്ല. അതുകൊണ്ട് പേടിച്ച് പ്രഥോം സാഹിലിനോട് പറഞ്ഞു, സാഹിൽ, നമ്മൾ വളരെ അധികം അടുത്തെത്തിയെന്ന് തോന്നുന്നത്. പക്ഷേ എവിടെയും നമുക്ക് കര കാണാൻ പറ്റുന്നില്ലല്ലോ. വാ, നമുക്ക് തിരിച്ചു പോയേക്കാം. പറ്റില്ലെന്നോ? പറ്റില്ലെന്ന് വെച്ചാൽ നീ എന്താ പറയുന്നത്? നമ്മളെ കൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം ഞാൻ വഴിയും മറന്നുപോയി. എന്ത്? ഇപ്പോൾ നമ്മളടുത്ത് വേറെ വഴിയും ഇല്ല. നമുക്ക് ആ മീൻ ഗ്രാമത്തെ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മരണം നമ്മളെ തേടി വരും. നീ എന്തിനാണ് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ഒരു പേടിയും ഇല്ലേ? തീർച്ചയായിട്ടും ഇല്ല. കാരണം നിനക്കും എനിക്ക് ഇതുപോലുള്ള സ്ഥിതി ഞാൻ ഏർപ്പെടുത്തി വെച്ചാൽ ഒരു പക്ഷെ നമ്മുടെ ലക്ഷ്യം നമ്മൾ നിറവേറ്റിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മൾ മരിച്ചേ പോവുള്ളൂ. ഇതുപോലുള്ള സ്ഥിതിയിൽ മനുഷ്യന്മാരൊക്കെ അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും നിറവേറ്റും. പ്രഭു, ഇത് എന്താണ്? എനിക്ക് എന്തിനാ ഇതുപോലുള്ള ഫ്രണ്ട് തന്നിരിക്കുന്നത്? സാഹിലും പ്രഥോമും ഇപ്പോൾ പതുക്കെ തുഴഞ്ഞു ആ കടലിന്റെ അകത്തേക്ക് ഒരുപാട് ദൂരെ ചെന്നു. പെട്ടെന്ന് സാഹിൽ എന്തോ ഒന്ന് കണ്ടു. പ്രഥം, എനിക്ക് കാണാൻ പറ്റുന്നത് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദേ കണ്ടില്ലേ, അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ വലിയ വലിയ മീനുകളും ഉണ്ട്. എന്ത്? ഇത് ആ ഗ്രാമം തന്നെയാണോ? ആ വയസ്സായ മുത്തശ്ശൻ പറഞ്ഞ അതേ ഗ്രാമം തന്നെ. അതെ, ഇത് അതേ ഗ്രാമം തന്നെ. ഇത് അതേ മീൻ ഗ്രാമം തന്നെയാണ്. ആ കഥ കള്ളമല്ല. അത് നമ്മളുടെ കണ്ണു മുമ്പ് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു വഴിയായിട്ട് നമ്മൾ ഈ ഗ്രാമം കണ്ടെത്തിയിട്ടുണ്ട് പ്രഥം. യെസ്. സാഹിലും പ്രഥോമും ഏകദേശം അരമണിക്കൂറിന് ശേഷം ആ ഗ്രാമത്തിനടുത്തേക്ക് ചെന്നു. ആ ഗ്രാമത്തിൽ ചെന്ന് അവർ ഇറങ്ങിയതും തന്നെ ശില്പ എന്ന് പേരുള്ള ഒരു പെണ്ണ് അവരെ നോക്കിയിട്ട് അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ 2 പേരും ആരാണ്? പിന്നെ ഇവിടെ എന്ത് ചെയ്യുകയാ? ഞങ്ങൾ ഈ ഗ്രാമത്തിനെ പറ്റി കേൾവിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തേടിക്കൊണ്ട് തന്നെ ഇവിടെ എത്തിയത്. പുറത്തുള്ളവർ ഇവിടേക്ക് വരാൻ പാടില്ല. ഈ ഗ്രാമത്തിലുള്ളവർ നിങ്ങളെ അംഗീകരിക്കില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണവും കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയേക്കാം. എന്നാ ശരി, വരൂ, എന്റെ പുറകെ വരൂ. ശില്പ പ്രഥോമിനെയും സാഹിലിനെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട് മീനിന്റെ രൂപത്തിലായിരുന്നു. എടാ സാഹിൽ, ഇത് ശരിക്കും ഒരു മീൻ വീട് തന്നെയാണ്. ഇവിടെയുള്ള എല്ലാ വീടും ഒരു മീൻ പോലെ തന്നെ ഉള്ളത്. നീ പറഞ്ഞത് ശരിയാണ്. ഇവിടെ വന്നിട്ട് എന്റെ സ്വപ്നം എല്ലാം പൂർത്തിയായടാ.
അവർ രണ്ടുപേരും ശില്പയുടെ വീടിനകത്ത് ചെന്നിരുന്നു. ശില്പ അവർക്ക് കഴിക്കാൻ ആഹാരവും കുടിക്കാൻ വെള്ളവും കൊണ്ടു നൽകി. അവർ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞ് എണീറ്റതും ശില്പയുടെ ഏട്ടൻ സുരേഷ് അവിടേക്ക് വന്നു. എന്നിട്ട് ശില്പയോട് എന്തു ചോദിച്ചെന്നാൽ, ഇവര് രണ്ടുപേരാണ് പുറത്തേക്ക് വന്ന ആൾക്കാരാണോ? അതെ. പ്രദോം ഷാഗിലിനോട് പതുക്കെ പറഞ്ഞു, ഇയാള് തീർച്ചയായിട്ടും നമ്മൾ അങ്ങ് കൊന്നേക്കും. എല്ലാം നിന്റെ തെറ്റാണ്. അതേടാ, നമ്മൾ പെട്ടെന്ന് തോന്നുന്നു. ഷാഗിൽ സുരേഷിനോട് എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ, ഞങ്ങൾ തീർച്ചയായിട്ടും പോയേക്കാം. പിന്നെ എപ്പോഴും ഈ ഗ്രാമത്തെ പറ്റി വേറെ ആരടുത്തും പറയില്ല. അതെ ഏട്ടാ, ഇതിനു ശേഷം ഞാൻ കടലിൽ കാല് പോലും വെക്കില്ല. സത്യമാണ്. ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം. എന്ത്, നിങ്ങൾ രണ്ടുപേരും എന്നെ റൗഡി എന്നാണ് വിചാരിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. ഈ ഗ്രാമത്തെ രക്ഷിക്കണം. ആരെടുത്തുനിന്ന്? ഞങ്ങളുടെ മുതലാളി അടുത്തുനിന്ന്. ഇത് നടന്നിട്ട് 1 മാസം ആയിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തേർന്നെടുത്തിരിക്കുന്നത്. പിന്നെ പുതിയ തലവന് ആ മായ മുത്തുമല ഇട്ടിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം മുതലാളിയുടെ അടുത്തുനിന്ന് മായശക്തികളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാമത്തിലുള്ള ആൾക്കാർ തലവര് പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ അവര് അദ്ദേഹത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്തിയിട്ട് താക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിലൊരു മായ കണ്ണാടിയുണ്ട്. അത് ഞങ്ങളുടെ ഗ്രാമത്തിലും പുറം ലോകത്തിലും ഇനിക്കുന്നുണ്ട്. മുതലാളി അദ്ദേഹം ശക്തിയൊക്കെ ഭയപ്പെടുത്തിയിട്ട് അവർ ആ വീട്ടിൽ തന്നെയാണ് കണ്ണാടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ പുറം ലോകത്തിലും എന്റെ ശക്തി ഉപയോഗിക്കും. ഞാൻ ഈ ഗ്രാമത്തിൽ കിട്ടുന്ന ഈ രഹസ്യമായിട്ടുള്ള ഈ മുത്തുകളൊക്കെ പുറം ലോകത്തിൽ ഞാൻ വിറ്റിട്ട് വലിയ പണക്കാരനാകും. പിന്നെ എന്റെ ശക്തികളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് ഗ്രാമത്തെ ജനങ്ങളൊക്കെ മുത്തുകളെ എടുത്തിട്ട് വരാൻ ഞാൻ പറയും. ഈ മുതലാളി ഇത്രയും ഒരു ഭയങ്കരവനാവുമെന്ന് ഞങ്ങൾ വിചാരിച്ച പോലില്ല. ഞങ്ങളുടെ ഗ്രാമത്തിലെ മുത്തുകളിൽ ഒരുപാട് ശക്തിയുണ്ട്. അതാരെങ്കിലും തെറ്റായ കാര്യത്തിന് ഉപയോഗിച്ചാൽ അതിന്റെ തിരിച്ചടികൾ ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കിട്ടുന്നു. ശരി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? കാരണം നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ ആൾക്കാരല്ല. അവർ ഈ ശക്തി നിങ്ങളുടെ മേലെ ഭയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഒന്നും ആവില്ല. ഓ, മനസ്സിലായി, എല്ലാം മനസ്സിലായി. അങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഈ പുറം ലോകം ഈ ലോകം എണീക്കുന്ന കണ്ണാടിയെ ഞങ്ങൾ മോഷ്ടിച്ച് വരണോ? ശരിയല്ലേ? അത് എടുത്തിട്ട് നിങ്ങൾ എടുത്ത് കൊടുക്കണം. അതല്ലേ നിങ്ങൾ പറയുന്നത്? പക്ഷേ അദ്ദേഹം വീണ്ടും ആ മുത്തുകൾ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എടുക്കല്ലോ. നമുക്ക് ആ മുത്തുമാലയെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിങ്ങൾ എടുത്തേക്കണം. പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങൾ എത്ര അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഈ കാര്യമൊക്കെ ഞങ്ങളടുത്ത് കൊടുത്തേക്ക്. സുരേഷും ശില്പയും രണ്ടുപേരും തലവന്റെ വീട്ടിന്റെ വാതിൽക്കൽ ചെന്നു. പുറത്തുനിന്ന് തലവനെ വിളിച്ചു, മുതലാളി, മുതലാളി. തലവൻ ആ ശബ്ദം കേട്ടതും തന്നെ എന്തു പറഞ്ഞെന്നാൽ, ഇപ്പോഴീ രാവിലെ തന്നെ ആരെ എത്ര ഒച്ച വെച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നത്? ശരി, പോയി നോക്കാം. തലവനും വീട്ടിനു പുറത്തേക്ക് വന്നു. ഓ, ചേട്ടനും അനീതി ഇവിടെ വന്നിട്ടുണ്ടോ? എന്തു പറ്റി? രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നത്? തലവൻ സാറേ, ഗ്രാമത്തിലെ വിലയുയർന്ന മുത്തുകൾ പുറത്തുള്ളവർക്ക് നിങ്ങൾ നൽകല്ലേ. അത് നമ്മുടെ ഗ്രാമത്തിന് നല്ലതല്ല. നമ്മുടെ ഗ്രാമം ഈ അത്ഭുതമായുള്ള മുത്തുകൾ കൊണ്ടാണ് പുറം ലോകത്തിൽ നമ്മൾ മറിഞ്ഞിരിക്കുന്നത്. മതിയായിരിക്കും, ഇവിടെ നിങ്ങൾ പോയണം. പിന്നെ ഞാൻ തരുന്ന ശിക്ഷയിൽ നിങ്ങൾക്ക് വല്ലാതെ കഷ്ടം ഏർപ്പെടും. എന്റെ അടുത്ത് മായ മുത്തുമല ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? മുതലാളി, ഇത് തെറ്റാണ്. ഷാഹിലും പ്രഥമും തലവൻ കാണാതെ അദ്ദേഹത്തിന്റെ വീട്ടിനകത്തേക്ക് കേറി. സുരേഷും ശില്പയും തലവന്റെ ശ്രദ്ധ തിരിച്ചുവിടാനായാണ് വന്നത്. തലവൻ തന്റെ കയ്യെ മറ്റൊരു വശത്തേക്ക് നീട്ടി. സുരേഷ് പിന്നെ ശില്പയോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ പെട്ടെന്നൊരു ശിലയായിട്ട് മാറിക്കോളൂ. തലവൻ ഇങ്ങനെ പറഞ്ഞതും തന്നെ രണ്ടുപേരും അനങ്ങാതെ അങ്ങനെ നിന്നുപോയി. മറ്റൊരു വശത്ത് ഷാഹിലും പ്രഥമും ആ കണ്ണാടിയെ തേടി. ഷടാ, ഈ തലവർ ഈ കണ്ണാടി എവിടെയാണ് വെച്ചിട്ടുണ്ടാവുക? അറിയില്ലല്ലോ. ഒന്ന് വേഗം തേട്. ഇല്ലെങ്കിൽ ഇയാള് നമ്മളെ ഒരു ശലിയായിട്ട് മാറ്റിക്കളയും. ഇയാളുടെ മായ ശക്തികൾ തീർച്ചയായിട്ടും നമ്മുടെ മേലെ നടക്കില്ല. ഒരു പക്ഷേ പണി നടന്നാലോ? ഒരു പക്ഷേ പണി നടന്നില്ലെങ്കിൽ? ഷാഹിലും പ്രഥമും തലവന്റെ വീട്ടിൽ വഴക്കിടുകയായിരുന്നു. ആ സമയത്ത് തലവൻ അവരുടെ ശബ്ദം കേട്ട് വീട്ടിനകത്തേക്ക് വന്നു. അകത്തേക്ക് ആരാണുള്ളത്? പുറത്തേക്ക് വാ, ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ശില്പമായിട്ട് മാറ്റും. ഷാഹിൽ തലവന്റെ അറയിലേക്ക് ഓടി. തലവൻ വീട്ടിനകത്തേക്ക് വന്ന് ഷാഹിലിനെ കണ്ടതും അദ്ദേഹം അവനോട് പറഞ്ഞു, നിങ്ങൾ ആരാണ്? തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ മായക്കണ്ണാടി മോഷ്ടിക്കാൻ വന്നതാണ്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ എന്റെ ഫ്രണ്ടും. നീയും നിന്റെ ഫ്രണ്ടോ? നീ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. പ്രഥം എല്ലാ വശത്തും നോക്കിയപ്പോൾ അവന് ഷാഹിലിനെ എവിടെയും കണ്ടില്ല. ദ്രോഹി, അവൻ എന്നെ ഇവിടെ വിട്ടിട്ട് പുറത്തേക്ക് പോയി. ഞാൻ അവന് വെറുതെ വിടാൻ പോകുന്നില്ല. ശിലയായിട്ട് മാറാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിക്കോളൂ.
പ്രഥോം തന്റെ കണ്ണുകൾ മൂടിപ്പിടിച്ചു. എന്നിട്ട് തലവൻ പ്രഥോമിനോട് എന്തു പറഞ്ഞെന്നാൽ, എന്റെ ശക്തികളെ നിങ്ങളുടെ അത്ഭുതം കാണിക്കോ, ഇവനെ ഒരു ശരിയായിട്ട് മാറ്റിക്കളി. പക്ഷെ പ്രഥോമിന്റെ മേലിൽ അദ്ദേഹത്തിന്റെ ശക്തി പ്രയോഗിക്കാനായില്ല. പിന്നെ പുറകിൽ നിന്നും ഷാഹിൽ ആരും കാണാതെ അദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള മുത്തുമാല വലിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്നും എടുത്തു. ആ മാല അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്നും പുറത്തു വന്നതും സുരേഷും ശില്പയും നേരെയായി. എന്നിട്ട് അവർ അകത്തേക്ക് വന്നു. സുരേഷ് ഉടനെ ആ മാല തന്റെ കഴുത്തിലേക്ക് ഇട്ടു. ആ മാല എന്റേതാണ്, എന്റെ അടുത്ത് തിരിച്ചു തന്നേക്ക്. ഈ മുത്തുമാലിന്റെ ശക്തിയൊക്കെ ഇനി എന്റെ അടുത്ത് വളരെ പാതുകാപ്പായിട്ട് തന്നെ ഉണ്ടാവും. ഈ മുത്തുക്കളുടെ ശക്തിയെ ഞാൻ പറയുന്നത് കേൾക്കൂ, ഇദ്ദേഹത്തിന് ഒരു ശലയായിട്ട് മാറ്റിക്കളയൂ. സുരേഷ് ഇങ്ങനെ പറഞ്ഞതും തന്നെ തലവൻ ഒരു ബിംബത്തിനെ പോലെ ഒരേ സ്ഥലത്ത് അനങ്ങാതെ അങ്ങനെ നിന്നു. പിന്നെ അടുത്ത ദിവസം ഗ്രാമത്തിലെ ജനങ്ങൾ സുരേഷിനെ തലവനാക്കി മാറ്റി. പിന്നെ ആ കണ്ണാടിയും സുരേഷിന്റെ കയ്യിൽ കിട്ടി. സുരേഷും മറ്റുള്ള എല്ലാവരും അവിടെ നിൽക്കുകയായിരുന്നു. അവിടെയാണ് ഷാഹിലും പ്രഥോമും തങ്ങളുടെ വള്ളത്തിൽ വന്നത്. നിങ്ങൾ രണ്ടുപേർക്കും വളരെ വളരെ നന്ദിയുണ്ട്, ഷാഹിൽ പിന്നെ പ്രഥം. ഇത് എന്റെ കടമയാണ് സുരേഷ്. പിന്നെ എന്റെയും കടമയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ കണ്ണടയിൽ കേറിയാൽ നേരെ നിങ്ങളുടെ ഗ്രാമത്തിൽ ചെന്നിറങ്ങും. ഷാഹിലും പ്രഥോമും രണ്ടുപേരും ആ കണ്ണടിയുടെ അകത്തേക്ക് കേറി. പിന്നെ നേരെ അവരുടെ ഗ്രാമത്തിൽ ചെന്നിറങ്ങി. പിന്നെ എല്ലാരോടും ഈ കഥ പറഞ്ഞു.